പാർലമെന്റിൽ ഭരണഘടനാ ചർച്ചകൾ ഇന്നും തുടരുകയാണല്ലോ. ചർച്ചകൾക്കൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പ്രസംഗം നടത്തും. കോൺഗ്രസിന് ഭരണഘടനയേക്കാൾ വലുത് അധികാരമാണെന്ന് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് വിമർശിക്കുകയും ചെയ്തിരുന്നു. എപ്പോൾ ചർച്ചകൾക്ക് തുടക്കമാവും? ഇനി നരേന്ദ്രമോദി പ്രധാനമന്ത്രി എപ്പോഴാണ് മറുപടി പ്രസംഗം നടത്തുക? മറ്റു വിവരങ്ങൾ എന്താണ്? ദിവസങ്ങളിലായിട്ടാണ്, അതായത് ശനിയാഴ്ച സഭാ സമ്മേളനം ചേരാറില്ലെങ്കിലും പ്രത്യേക സമ്മേളനം എന്നുള്ള രീതിയിലാണ് ഈ ദിവസങ്ങളെ കണക്കാക്കുന്നത്. അതുകൊണ്ട് പ്രത്യേക ചർച്ചകൾ, ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് ഇന്നലെയും ഇന്നുമായി സഭയിൽ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്നലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഈ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഒപ്പം കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മുൻപ് അധികാരം വേണോ അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നപ്പോഴെല്ലാം കോൺഗ്രസ് അധികാരത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. അവരുടെ പുതിയ തലമുറ ഈ ഭരണഘടന പോക്കറ്റ് ഡയറി പോലെ കൊണ്ടു നടക്കുകയാണ്, അതുകൊണ്ട് കാര്യമില്ല എന്നുള്ള കൃത്യമായ വിമർശനം രാജ്നാഥ് സിംഗ് ഉന്നയിച്ചിരുന്നു. പ്രിയങ്കയുടെ പ്രസംഗം ഇന്നലെ സഭയിൽ ഉണ്ടായിരുന്നു. സ്വന്തം പാർട്ടി ഭരിക്കുന്ന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രിയങ്കയുടെ പ്രസംഗം നടന്നത്. ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുക ഈ ചർച്ചകളുടെ ഏറ്റവും ഒടുവിൽ മറുപടി പ്രസംഗം എന്നുള്ള രീതിയിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ വാക്കുകളെ പാർലമെന്റും ഒപ്പം രാജ്യവും ഉറ്റുനോക്കുകയാണ്. വളരെ കൃത്യമായി ഭരണഘടനാ മൂല്യങ്ങൾ സംബന്ധിച്ചും അത് മുൻകാലങ്ങളിൽ കോൺഗ്രസ് ദുരുപയോഗം ചെയ്തത് സംബന്ധിച്ചും കൃത്യമായ വാക്കുകൾ, കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം നിലവിൽ ഭാരതത്തിന്റെ മുൻപോട്ട് പോക്ക് സംബന്ധിച്ച്, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ തുടങ്ങി ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും മറ്റു നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. വീണ.